അതിലൊക്കെ ബെറ്റർ ഞാൻ പറയാമല്ലോ CPM ആണ്. ഞാൻ ഈ ഒരു 5-6 മാസം മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. അപ്പൊ അതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുവാണോ സുഹൃത്താണോ ഞാൻ മറന്നുപോയി. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോൾ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയം, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും ഇപ്പൊ പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചു തന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ ഉളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. കാരണം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടൊക്കെ എടുത്തത്? അല്ല സലീമിന് അറിയാമല്ലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ. അപ്പോ ഈ കേരളം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ അഡ്മിറ്റ്. ഇപ്പൊ പോയട്ടോ, കരണ്ടൊക്കെ അടുപ്പിച്ച് പോയി, ആള് പോയി. പിന്നെ എന്തൊരു ചളം വളിപ്പ് ഇത്. നമ്മുടെ സലീം കുമാർ ഏതെങ്കിലും സിനിമയിൽ പറഞ്ഞ വളിപ്പല്ല കേട്ടോ. നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പറവൂർ മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സലീം കുമാർ എന്ന ഈ നടൻ ഒരു വളിപ്പ് വിട്ടതാണെന്ന് ഇപ്പം നമ്മൾ കണ്ടത്. നമ്മുടെ ഈ സിനിമയിലെ വളിപ്പ് പറയുന്ന ഈ സലീം കുമാർ എന്ന നടനില്ലേ, അദ്ദേഹം ഈ തൻ്റെ MLA കൂടിയായ പ്രതിപക്ഷ നേതാവ് സതീശൻ സാറിനെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വളിപ്പാണ് ഇപ്പം നമ്മൾ കേട്ടത്. ഒന്നൊന്നാം തരം വളിപ്പായി പോയി എൻ്റെ സലീം കുമാറെ. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പത്രസമ്മേളനത്തിൽ ഒരു അമേരിക്കക്കാരൻ കേരളത്തിൽ വന്നതും അദ്ദേഹം ഈ കേരളം കണ്ട് അന്തം വിട്ടു പോയതൊക്കെ ഒരു പത്രസമ്മേളനത്തിന് സൂചിപ്പിച്ചുവെന്നും പിന്നീട് ആ ചെറുപ്പക്കാരൻ ആരാണെന്നൊക്കെ അന്വേഷിച്ച് നമ്മുടെ ഈ സലീം കുമാർ അങ്ങനെ അന്വേഷിച്ച് നടക്കലാണ് പുള്ളിയുടെ പണി. അങ്ങനെ പുള്ളി ചെന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടത് എവിടെയാണ്? ഈ ഊളംപാറയിലെ മാനസികാശുപത്രിയിൽ ഒരു വാർഡിൽ കിടക്കുന്നതാണ്. എങ്ങനെയാണ് ഈ സലീം കുമാർ ഊളംപാറയിലെ ഈ മാനസിക ആശുപത്രിയിൽ എത്തിയതെന്ന് നമുക്കറിയില്ല. പുള്ളിക്ക് നല്ല പരിചയം ഉണ്ടാവും അവിടെ. എങ്ങനെയായാലും പുള്ളി അവിടെ തേടിച്ചെന്നത് അവിടെയാണ്. അവിടെ വെച്ചാണ് ഈ അമേരിക്കയ്ക്ക് എന്ന് വന്ന ആളെ കണ്ടെത്തിയതെന്ന് പറയുന്നു. ഒരു 1.5 വളിപ്പായി പോയി എൻ്റെ സലീം കുമാർ. ഇനി വല്ലതും കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ? എന്നാൽ വന്നാട്ടെ, പറഞ്ഞാട്ടെ. അതൊരു 2 ആഴ്ചയായിട്ടുള്ളൂ, ഒരാഴ്ച 1 മാസമായിട്ടുള്ളൂ. ഏതെങ്കിലും ഒന്ന് പറയാ, 2 ആഴ്ച, ഒരാഴ്ച, 1 മാസമായിട്ടുള്ളൂ. അപ്പൊ ഊളംപാറയില് മനസ്സിലായി. പറഞ്ഞോളൂ, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, പറഞ്ഞോളൂ. വേറെ ഒരു വാർത്ത വന്നത്, വാർത്തയെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. അപ്പോ P. രാജീവ് അദ്ദേഹത്തോട് എന്ന് പറഞ്ഞു, ഒരു വ്യവസായി വന്നുണ്ട് കേരളത്തിൽ പണം മുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ മുഖ്യമന്ത്രി കഴിച്ചു പറഞ്ഞ നിസ്സാരമല്ല, പൈസ മുടക്കാൻ വേണ്ടി വന്നേണെന്ന് കഴിച്ചു. അങ്ങനെ ഈ വ്യവസായി വന്നു. ഈ വ്യവസായിക്ക് പേരില്ല കേട്ടോ, പേര് പറയില്ല പുള്ളി. പയ്യനും പേരും അഡ്രസ്സൊന്നുമില്ല, വ്യവസായിക്കും പേരും അഡ്രസ്സൊന്നുമില്ല. അപ്പൊ ആ വ്യവസായി വന്നു. അപ്പൊ എത്ര രൂപയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ലക്ഷം കോടിയാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഞെട്ടി, മുഖ്യമന്ത്രി ഞെട്ടിയിട്ട് എന്താണ് കേരളത്തിൽ 3 ലക്ഷം കോടി മുടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം വ്യവസായ സൗഹൃദം ലോകത്ത് ഇത്രയുള്ള ഒരു സ്ഥലം ലോകത്ത് എങ്ങുമില്ല. ആന്തൂർ സാധനെ പോലുള്ളവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചത്? അപ്പോ ഇത് കേട്ടപ്പോൾ ഞാൻ വീണ്ടും ഇയാൾ അന്വേഷിച്ച് ചെല്ലുന്നത് നമ്മുടെ പഴയ സ്ഥലത്തേക്കല്ലേ, നല്ല പരിചയമുള്ള സ്ഥലത്തേക്കല്ലേ, ഊളംപാറയിലേക്ക് തന്നെയല്ലേ? ആയിരിക്കും, ഞങ്ങൾക്കറിയാം. എന്നാലും പറഞ്ഞോളൂ. അയാൾ അന്വേഷിച്ച് ചെന്നപ്പോ അയാള് നമ്മുടെ പയ്യൻ കിടന്നില്ലേ, അതിന്റെ ഇപ്പുറത്തെ വാർഡില്. ചിരിച്ചു. ഞങ്ങൾക്ക് 2ാമത്തെ വെളുപ്പ് ഇഷ്ടമായി. 2ാമത് മൂളംപാറ തന്നെ അല്ലേ? അവനവന് പരിചയമുള്ള കാര്യമല്ലേ പറയും. അങ്ങനെ ഇല്ലാത്ത കഥകള്. അപ്പൊ ഡോക്ടർ പറയണ്, മൂലമറ്റത്തുനിന്നുള്ള പവർ വെച്ച് ഷോക്ക് കൊടുത്തിട്ട് തീർന്നില്ല, ഇനി കഠിനംകുളത്തുനിന്ന് മറ്റേ താപനിലയിൽ നിന്ന് വൈദ്യുതി വന്നാലാ ഇയാളുടെ ഇത് ഭ്രാന്തി മാറുള്ളൂ പറയാം. അപ്പൊ ഇല്ലാത്ത കഥകളാണ് ഇത്ര നേരം പറഞ്ഞത് അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞ, മൂലമറ്റത്തെ വൈദ്യുതി പറ്റാതെ കൂടംകുളത്തുനിന്നുള്ള വൈദ്യുതി കൊണ്ടുവന്നിട്ട് വേണം ഷോക്ക് അടിച്ച് ഭേദാക്കാൻ എന്നുള്ളത്. ഇത് ആരോടാ പറഞ്ഞത് സലീം കുമാറെ? സത്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞോളൂ, ഞങ്ങൾ ആരോടും പറയില്ല, സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതി. ഈ മാനസിക പ്രശ്നമുള്ളവർക്ക് ഈ പഴയ കാര്യങ്ങളൊന്നും ചിലത് ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ട് ഈ സലീം പണ്ട് പറഞ്ഞ ചില കാര്യങ്ങളങ്ങ് നമുക്ക് ഈ സലീമിനെ കാണിച്ചു കൊടുക്കാം.
അദ്ദേഹം കാണുകയാണെങ്കിൽ കാണട്ടെ, നമ്മുടെ പ്രേക്ഷകർ എന്തായാലും കണ്ടോളൂ. അപ്പം നമുക്കൊരു തെളിവ് കിട്ടും ആർക്കാണ് ഈ പ്രശ്നമുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. എന്തെങ്കിലും ആവട്ടെ, ഈ ഭാഗ്യത്തിന് എന്തായാലും സതീശൻ സാറ് തോളിലേറ്റി നടക്കട്ടെ എന്നല്ല നമ്മളെന്താ പറയുക, എല്ലാം സതീശൻ സാറിൻ്റെ വിധി പോലെ വരട്ടെ. ഈ തമാശകൾ തുറന്നുകൊണ്ടേയിരിക്കും. ഈ തമാശകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ സലീം പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കാതെ പോകരുട്ടോ, അത് മുഴുവൻ കണ്ടിട്ട് ഈ വീഡിയോ നിർത്താവുള്ളൂ. അതാണ് ഇതിൻ്റെ ക്ലൈമാക്സ്. അപ്പൊ ഞാൻ കോൺഗ്രസ്സുകാരനായിട്ട് എന്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനായി, ഞാൻ കോൺഗ്രസ്സുകാരനായി, ഇപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അച്ഛനോടുള്ള വാക്ക് തെറ്റിക്കാതിരിക്കാൻ വേണ്ടി മരണം വരെ കോൺഗ്രസ് ആയിരിക്കുക. അതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്ത് പ്രത്യേകത കോൺഗ്രസിനുള്ളത്? ഒരു പ്രത്യേകതയില്ല. ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഇവര് തിരിഞ്ഞു നോക്കത്തില്ല. എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോ മട്ടന്നൂര് സ്വീകരണം തന്നത് DYFകാരാണ്. ഇന്നേ വരെ കോൺഗ്രസ്സുകാർ ഒരു സ്വീകരണം തന്നിട്ടില്ല. അവരാണ് തന്നത്, DYF ആണ് തന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ രാഷ്ട്രീയത്തില് ഇവിടെ കോൺഗ്രസ്സുകാർ ഇവിടെ തേനും പാലൊന്നും ഒഴുക്കിയിട്ട് ഞാൻ കോൺഗ്രസ്സുകാരനായതോ അതിന്റെ ആദർശത്തിന് ഇത് ചെയ്തിട്ട് കോൺഗ്രസ്സുകാരനായത് അല്ലേ. എന്നെ സ്നേഹിച്ചിട്ട് കോൺഗ്രസ്സുകാരെന്നെ സ്നേഹിച്ചിട്ടൊന്നും ഞാൻ കോൺഗ്രസ്സുകാരനായതല്ല. എന്നെ കോൺഗ്രസ്സുകാരെക്കാൾ സ്നേഹിച്ചതും ബഹുമാനിച്ചതും എനിക്ക് എന്റെ ഞാൻ പറഞ്ഞു എന്റെ സുഹൃത്തുക്കളും എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും തൊട്ടപ്പുറത്തുള്ള എതിർചേരിയിലാണ്. അതൊരു സംശയം വേണ്ട. ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഇവര് തിരിഞ്ഞു നോക്കത്തില്ല. പിന്നെ ഇവരെ സംഭവം അറിയാമല്ല, കോൺഗ്രസ്സുകാരെ സംഭവം അറിയാമല്ല, ആരെയൊക്കെയാണ് പോസ്റ്റിലിരുത്തണം എന്നൊക്കെ അറിയാമല്ല. അത് ഞാൻ പിന്നെ അപ്പൊ എനിക്ക് കോൺഗ്രസിലേക്ക് വരുന്ന കലാകാരന് സീറ്റോ ഒന്നും മോഹിച്ചിട്ട് ഇവിടെ വരരുത്, തരില്ല. നിഷ്കാമകർമ്മം ചെയ്യാൻ. അതെ അതെ, കാരണം ഇതിനു വേണ്ടി കോട്ട് തയ്പ്പിച്ചിട്ടാണ് ഒരു ഇങ്ങോട്ട് വരുന്നത് തന്നെ. കാരണം അവർക്ക് അവരുടെ കാര്യം തന്നെ ഇവിടെ പനങ്ങലിലേക്കും പിന്നെ എങ്ങനെയാണ് ജഗദീശന്റെ കാര്യം. അവര് ഇവിടെ ഭരിക്കാൻ വേണ്ടി മേക്ക് ചെയ്തിരിക്കുന്ന ആളുകളാണ് ശരിക്കും. അതിലൊക്കെ ബെറ്റർ ഞാൻ പറയാമല്ലോ CPM ആണ്. കുറെയെങ്കിലും ജനങ്ങളായിട്ട് അടുത്ത് ഇടപഴകുന്നു. സലീം കുമാർ നമ്മുടെ സതീശനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറഞ്ഞതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഈ സലീം കോൺഗ്രസ്സുകാരനായത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ അച്ഛൻ കോൺഗ്രസ് ആയിരുന്നു, അതുകൊണ്ട് ഞാനും കോൺഗ്രസ് ആയി, മരണം വരെ അങ്ങനെ കോൺഗ്രസ്സുകാരനായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ CPM ആണ് നല്ലത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ബാക്കി അദ്ദേഹം കോൺഗ്രസ്സുകാരെ പറ്റി പറഞ്ഞതൊക്കെ നമ്മുടെ പ്രേക്ഷകർ തന്നെ വിലയിരുത്തട്ടെ, അല്ലാതെ എന്ത് പറയാൻ. ഈ മാനസിക ആസ്പത്രികളെ പറ്റിയിട്ടുള്ള കെട്ടുകഥകളൊക്കെ ഈ സതീശനെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നും യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ പറ്റിയിട്ടുള്ള തന്റെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടത്. CPM ആണ് എന്തുകൊണ്ടും കോൺഗ്രസിനെ അപേക്ഷിച്ച് നല്ലത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വെളിപ്പെടുത്തുന്നതോടുകൂടി നിലപാട് വളരെ ക്ലിയർ ആണ്. അതൊരു മെസ്സേജാണ് കേരളത്തിലെ ജനങ്ങൾക്ക്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആരെ തെരഞ്ഞെടുക്കണം എന്നുകൂടി അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. വേറെ ഒരു നിവൃത്തിയില്ലാതെ കോൺഗ്രസ്സുകാരനായി പോയി എന്നുള്ളത് കൊണ്ടാണ് അന്ന് ഈ പറവൂരിൽ വെച്ച് ആ മീറ്റിങ്ങിൽ ഇങ്ങനെയൊക്കെ ഈ കെട്ടുകഥകൾ ഉണ്ടാക്കിയത് എന്നല്ലേ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.